ഡൽഹിയുടെ മുഖച്ഛായ മാറ്റിമറിക്കുന്ന ജനകീയ ബജറ്റുമായി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകി ആദ്യ ബജറ്റ്. റോഡുകളും പാലങ്ങളും നിർമ്മിക്കാൻ ആദ്യ ബജറ്റിൽ നീക്കിവെച്ചത് 3843 കോടി രൂപയാണ്. യമുന ശുചീകരണത്തിന് 500 കോടി, മഹിളാ സമൃദ്ധി യോജനയ്ക്ക് 5100 കോടി രൂപയും നീക്കിവെച്ചു. സ്ത്രീ സുരക്ഷയ്ക്കും മുൻഗണന. कि इस बार का दिल्ली सरकार का बजट ऐतिहासिक है। 1 लाख करोड़ रुपए का प्रस्तावित किया गया है। 1 लाख करोड़ रुपए का बजट प्रस्तावित किया गया है। 1 लाख करोड़ रुपए का बजट. രാവിലെ കൊണാട്ട് പ്ലേസിലെ പ്രാചീൻ ഹനുമാൻ മന്ദിറിൽ ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഡൽഹിയെ രാമരാജ്യമാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചു. ശേഷമാണ് ആദ്യ ബജറ്റ് അവതരണത്തിനായി നിയമസഭയിലേക്ക് എത്തിയത്. തകർന്നു കിടക്കുന്ന സാമ്പത്തിക സ്ഥിതിയിൽ നിന്നും വികസിത് ഡൽഹിയിലേക്കുള്ള പ്രയാണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ബജറ്റ് അവതരണത്തിലേക്ക് കടന്നത്. 1 ലക്ഷം കോടി രൂപയുടെ ബജറ്റിൽ സ്ത്രീകളുടെ പുരോഗതിക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമാണ് ഊന്നൽ. തെരഞ്ഞെടുപ്പിൽ BJP നടത്തിയ നിർണായക പ്രഖ്യാപനമായിരുന്നു സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപയുടെ ധനസഹായം. മഹിളാ സ്മൃതി യോജനയ്ക്കായി 5100 കോടി രൂപ നീക്കിവെച്ചു. ചേരി പ്രദേശങ്ങളിൽ കഴിയുന്നവരുടെ പുനരധിവാസത്തിനായി 696 കോടി രൂപയും വകയിരുത്തി. यमुना भारतीय सभ्यता के ताने बाने में बहती हुई जीवन रेखा है. हम सब के लिए जीवन रेखा है, लेकिन दुर्भाग्य है कि पिछली सरकार इसे स्वच्छ करने में विफल रही. हमारी सरकार निर्णायक कदम उठाएगी और लगातार यमुना जी को निर्मल और स्वच्छ बनाए जाने की दिशा में काम करेंगे. इसके लिए हमने 500 करोड़ रुपए की लागत से 40 डिसेंट्रलाइज सीवेज प्लांट, 40 डिसेंट्रलाइज सीवेज प्लांट, ताकि कोई भी गंदा नाला यमुना जी में ना गिरे. इसके लिए हमने 500 करोड़ रुपए की अलग से व्यवस्था की है. ശുദ്ധജലത്തിനായി 9000 കോടിയും അടൽ ക്യാൻറ്റീനായി 100 കോടിയും പ്രഖ്യാപിച്ചു. വനം പരിസ്ഥിതി മേഖലയ്ക്ക് 506 കോടി, ഗതാഗത മേഖലയ്ക്കായി 12952 കോടിയും 10ാം ക്ലാസ് പാസ്സാകുന്ന കുട്ടികൾക്ക് സൗജന്യ ലാപ്ടോപ്പ് നൽകുന്നതിനായി 750 കോടി രൂപയും വകയിരുത്തി. ഗോവ മോഡലിൽ ഡൽഹിയിൽ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ 30 കോടി രൂപ നീക്കിവെച്ചതായും രേഖ ഗുപ്ത അറിയിച്ചു. ജനം, ഡൽഹി.